കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചൊരു കോണ്ടൻ്റാണ് ഈ ലക്ഷ്മിപ്രിയ അൻസിബ വിഷയം. ഈ AMMA അസോസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും വലിയ ഒരു ന്യൂക്ക് പൊട്ടിത്തെറി ഉണ്ടായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ആ ഒരു ജനറൽ ബോഡിയിൽ നിന്ന് തന്നെ ആ മൊത്തം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അവരുടെ ആ ഒരു ടീം മൊത്തം രാജിവെക്കുന്നു, പുറത്തിറങ്ങുന്നു, പലതും വിളിച്ചു പറഞ്ഞു ഉള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോഴും ഞാൻ നോക്കിയിരുന്നത് എന്താ അറിയോ, അൻസിബയ്ക്ക് അവിടെ അങ്ങനത്തെ വിഷയങ്ങൾ നേരിടാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പം അൻസിബ ഒരു സംഘടനയിലെ കുറേ കാര്യങ്ങൾ കണ്ട് എതിർത്ത് സംസാരിച്ചത് കൊണ്ട് അൻസിബയെ പേഴ്സണൽ ലൈഫ് വെച്ച് ടാർഗറ്റ് ചെയ്യാൻ കുറച്ച് പേര് ഇറങ്ങുക എന്ന് പറയുമ്പോൾ എനിക്കത് എത്ര ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചത് ഇതിൽ വേറെ എന്തോ ഉണ്ട്. ഇനി ലക്ഷ്മിപ്രിയ സംസാരിക്കുമ്പോൾ പറയുന്നത് അൻസിബ ലക്ഷ്മിപ്രിയേനെയും ശ്വേതാ മേനോനെയും ഇവരുടെ ഈ എൻറ്റയർ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ കാരണം ഈ പറഞ്ഞ എന്താ പറയുക, ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറഞ്ഞ സാധനം അൻസിബയ്ക്ക് അവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ജസ്റ്റ് ആ സംഘടനയ്ക്കകത്തുള്ള പൈസയുടെ വിഷയങ്ങളോ സംഘടനയ്ക്കകത്തുള്ള പരസ്പരം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷുകളോ ഇതൊന്നുമല്ല. തൊപ്പി ഷമീർ വിഷയം, ദിയാസന സജന വിഷയം, ഇപ്പോൾ ലക്ഷ്മിപ്രിയ ഈ പറഞ്ഞ ഹൻസിബ വിഷയം, ഈ മൂന്നിനും കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. ഫ്രണ്ടായിട്ടിരുന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പരസ്പരം പേഴ്സണൽ ലൈഫിൽ ഒരു ഫ്രണ്ട്സായിട്ടിരുന്ന സമയത്ത് നല്ലപോലെ ഇരുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വിളിച്ച് പബ്ലിക്കിൻ്റെ മുന്നിലിട്ടും, അല്ലെങ്കിൽ ആ സാധനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേറെ പല കാര്യങ്ങളിലും തമ്മിലടിക്കുക, എന്നിട്ട് അറ്റ് ലാസ്റ്റ് പുറത്ത് വന്ന് പബ്ലിക്കിലേക്ക് എല്ലാ പേഴ്സണൽ കാര്യങ്ങളും തമ്മിൽ വലിച്ചെറിയുക. അതിനകത്ത് പല കേസുകളും കാണും. അവിഹിത, അപരാധ, കുൽസിത, മറ്റേ മാഫിയ പരിപാടികളെല്ലാം. മനസ്സിലായോ? അതിനകത്ത് എല്ലാം ഉണ്ട് അതിനകത്ത്. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ കിടക്കുന്നത്. അപ്പോൾ ഈ വിഷയവും ഒട്ടും കുറവൊന്നുമല്ല. ഞാൻ ഇവിടെ AMMA അസോസിയേഷൻ പരമായിട്ട് വന്ന അവരുടെ കണക്കും കാര്യങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനങ്ങളും ഞാൻ വെക്കുന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ തുടക്കം എവിടുന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പരമുണ്ടായ ഒരു പോലീസ് കേസും അവർ പരസ്പരം ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്. അതായത് ലക്ഷ്മിപ്രിയയ്ക്ക് അൻസിബ മെസ്സേജ് അയച്ചു, ആ മെസ്സേജിനെ തുടർന്ന് ലക്ഷ്മിപ്രിയ കൊടുത്ത പോലീസ് കേസ്, അത് AMMA അസോസിയേഷനിലേക്ക് അൻസിബ അയക്കുന്നു. ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിലെ ഒരാളായ ഒരു ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ വ്യക്തി എനിക്കെതിരെ പോലീസ് കേസ് എന്തിനു കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിന് തുടക്കം. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പരമുള്ള പ്രശ്നമാണ് തുടക്കം. അത് പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് ഇവിടുത്തെ വിഷയം. പിന്നെ ഇങ്ങനൊരു സാധനം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും. അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു ന്യൂസാണ്. അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു. ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതയ്ക്കുമെതിരെ പരാതി നൽകിയ അൻസിബ. എല്ലാവരും ഒരു കൺഫ്യൂഷനിലായിരിക്കും. എന്താണ് ഈ അശ്ലീല വീഡിയോ? ഇവിടെ എവിടെയും ശ്വേതാ മേനോൻ അങ്ങനത്തെ ഒരു വീഡിയോനെ കുറിച്ച് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ അങ്ങനത്തെ ഒരു സാധനം പുറത്ത് വിട്ടിട്ടില്ല. ഇതിലിങ്ങനെയുള്ള അശ്ലീല വീഡിയോ വന്നെന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി ഈ വീഡിയോ മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആദ്യം തന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ലക്ഷ്മിപ്രിയ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അൻസിബ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അൻസിബ News 18 കേരളത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് ഈ പോലീസ് സ്റ്റേഷനിലെ സീനിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അവിടുന്ന് തുടങ്ങാം. അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെയും കൂടെ വിളിച്ചു, ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് ആ സുഹൃത്തും കൂടെ വന്നു. അങ്ങനെ ഈ രണ്ട് മാധ്യമ സുഹൃത്തുക്കളും കൂടെ എൻ്റെ കൂടെ വന്ന് വനിതാ സെല്ലിൽ വന്നിട്ട് SIയെ കാണണം എന്ന് പറഞ്ഞു. ഞാനപ്പം പുറത്തിരുന്നു. എന്നിട്ട് ഇവർ SIയോട് സംസാരിച്ചു. SIയോട് പറഞ്ഞു, ഞങ്ങൾ ഭയങ്കര ഏകപക്ഷീയമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇത്രയും നടന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും ഇനി മാധ്യമങ്ങളിൽ അറിയിക്കാം. ഈ ഖേദപ്രകടനം നടത്തിയതിൻ്റെ ഫോട്ടോ പരാതിക്കാരിക്ക് ഫോട്ടോ എടുക്കാനും സമ്മതിച്ചു. അപ്പോൾ എനിക്ക് പേടിയാവണുണ്ട്, ഇനി എന്തെങ്കിലും എഴുതി ചേർക്കുമെന്നുള്ള പേടി എനിക്ക് അപ്പോഴേ ഉണ്ട്. ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തില്ല. ഞാൻ പറഞ്ഞു എനിക്കും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ഇതിൽ എന്തൊക്കെ എഴുതി ചേർക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ, കാരണം ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ്. ഒരു പബ്ലിക് ഡയറിയിലാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്.
അങ്ങനെ ഇവർ ചോദിച്ചപ്പോഴേക്കും അവസാനം മാധ്യമങ്ങളിൽ അറിയിക്കും എന്ന് പറഞ്ഞപ്പോൾ SI പറഞ്ഞു അൻസിബ വന്ന് ഫോട്ടോ എടുത്തോട്ടെ. അങ്ങനെ ഞാൻ അകത്ത് ചെന്നു, മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ ഫോട്ടോ എടുത്ത്. ഓക്കെ, ഞാനിപ്പോൾ എന്താ പറയുക, ഈ ഒരു പോർഷൻ മാത്രം ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ എടുത്ത് വെക്കാൻ കാരണം ഇതിനകത്ത് അൻസിബ ഒപ്പം വന്ന 2 പേരെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി കാണാൻ പോകുന്ന ക്ലിപ്പുകളിൽ നിങ്ങൾ ലക്ഷ്മിപ്രിയ പറഞ്ഞു കേൾക്കാൻ പോകുന്നത് ഈ കൂട്ടത്തിൽ, അതായത് അൻസിബയുടെ ഒപ്പം വന്ന 2 വ്യക്തികളിൽ ഒരു വ്യക്തി അൻസിബയുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നും ഉള്ളൊരു വ്യക്തിയാണ് എന്നും അതിൻ്റെ ഒരു സാധനമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ വ്യക്തി അടക്കമുള്ളവർ അന്ന് ഈ ഒരു പരാതിയുടെ കോപ്പി കിട്ടാത്തതിനെ തുടർന്ന് കച്ചറ ഉണ്ടാക്കി എന്നുള്ളൊരു വേർഷനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാനാണ് ഞാൻ ആദ്യമേ ഈ പോർഷൻ വെച്ചത് നിങ്ങൾക്ക്, എന്നാലും ഇത് കാര്യങ്ങൾ കണക്റ്റ് ആവുള്ളൂ. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന 2 വ്യക്തികളിൽ ഒരു വ്യക്തിയുടെ പേര് മിഥിലാജ് അബ്ദുൾ എന്നാണ്. ഓക്കെ, ഈ വ്യക്തിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ആദ്യം ഇവിടെ നിങ്ങൾക്ക് വയ്ക്കാം. ഈ മിഥിലാജ് അബ്ദുൾ എന്ന് പറഞ്ഞ വ്യക്തിനെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയ അൻസിബയുടെ പേഴ്സണൽ ലൈഫിലുള്ള ഈ ഒരു സാധനം പറയുന്നത്. അതായത് ഹോട്ടലിൽ നിന്ന് ഒരു വ്യക്തിയുടെ കൂടെ റൂമിൽ കണ്ടു. ഇതാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. ഈ വിഷയങ്ങൾ തുടങ്ങാനുള്ള റീസൺ ഈ സാധനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ മിഥിലാജ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റും കൂടി നിങ്ങളൊന്ന് കാണണം. അൻസിബ സത്യം മറച്ചു വെച്ച് നീ ആരെ ആണ് സംരക്ഷിക്കുന്നത്? ലക്ഷ്മിപ്രിയ വിഷയത്തിൽ നിന്റെ മൗനം ആപത്താണ്. പ്രിയ അൻസിബ, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം നിന്റെ മൗനത്തിലുണ്ട്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നത്? ലക്ഷ്മിപ്രിയമായുള്ള വിഷയങ്ങൾ നിന്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാവണം. റാസൽ ഗൈമയിൽ കാന്താരി റെസ്റ്റോറൻറ്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? സിനിമാ മേഖലയിൽ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന വിവരം നീ അറിഞ്ഞതു മുതലാണോ നിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നീ എന്തുകൊണ്ട് മടിക്കുന്നു? ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നോ എന്ന വളരെ ലളിതമായ ചോദ്യം ചോദിച്ചതിനാൽ ലക്ഷ്മിപ്രിയ നിനക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അന്ന് റാസൽ ഗൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീതിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരമൊരു കേസിന് മുതിർന്നത്? തൻ്റെ രഹസ്യങ്ങൾ നിന്റെ കൈവശമില്ലെന്ന് ഉറപ്പുവരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ ആശ തൃപ്പൂണിത്തുറ നിനക്ക് നൽകിയ വിവരങ്ങൾ ശ്രദ്ധേയമാണ്. മകളുടെ പേരിൽ നടക്കുന്ന മകളുടെ പേരിലുള്ള സൊസൈറ്റിയുടെ പുറകിൽ നടക്കുന്ന മണി ലോണ്ടറിങ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതലാണോ നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത്? ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ട് നീ അവരെ ഇതുവരെ പുറത്തറിയിച്ചില്ല? അൻസിബ, ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും നിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാക്കും. ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു, നിന്റെയും നിന്റെ അഭിഭാഷകൻ്റെയും അനുവാദത്തിനായി ഇനിയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറില്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്തുവിടുകയാണ്. അതായത് ഇതിൻ്റെ എല്ലാം തുടക്കം ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ കൊടുത്ത പരാതി. ആ പരാതി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ലക്ഷ്മിപ്രിയയുടെ ഇൻ്റർവ്യൂവിൻ്റെ പോർഷൻ വെക്കുന്ന സമയത്ത് ഒരു പോർഷൻ വരുമ്പോൾ ഞാൻ ഈ പരാതിയുടെ പകർപ്പ് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ലക്ഷ്മിപ്രിയയും അൻസിബയും നല്ല ഫ്രണ്ട്സായിരുന്നു. അതുവരെ സംസാരത്തിനൊക്കെ നമുക്ക് കിട്ടും, കാരണം പണ്ടൊക്കെ ഒരു നല്ല ഫ്രണ്ട്സായി. റീസെൻറ്റ് ഒരു 6 മാസം മുന്നേ വരെ നല്ല ഫ്രണ്ട്സായിരുന്നു. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് അൻസിബയ്ക്ക് കിട്ടി എന്നാണ് ഈ മിഥിലാജ് പറയുന്നത്. എന്നാൽ മിഥിലാജ് എന്ന് പറഞ്ഞ വ്യക്തി അൻസിബയും തമ്മിൽ റിലേഷനിലാണ് എന്നും ആ റിലേഷനിലുള്ളത് ഇവരറിഞ്ഞു, അത് ഇവർക്കൊരു വീഡിയോ ആയിട്ട് കിട്ടി, ഒരു സിനിമാ സെറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത്, ഇത് സീനായ സമയത്ത് ഇത് ഷൂട്ട് ചെയ്തു, മിഥിലാജിനെയും അൻസിബയും ഒരു റൂമിൽ ഷൂട്ട് ചെയ്തു എന്നുള്ള വേർഷനുമാണ് ഇപ്പുറത്ത് ആര് പറയുന്നത്? ലക്ഷ്മിപ്രിയ പറയുന്നത്. ഓക്കെ, അപ്പം തമ്മിൽ പേഴ്സണൽ ലൈഫിൽ ഒരാളുടെ പേഴ്സണൽ ലൈഫിലുണ്ടായ ഒരു കാര്യം, ഇപ്പുറത്ത് വേറൊരാളുടെ പേഴ്സണൽ ലൈഫിലുണ്ടായ ഒരു കാര്യം, ഇത് രണ്ടും
2 പേർക്കും മനസ്സിനകത്ത് എന്ത് തോന്നി തുടങ്ങി, എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ട്. ഇപ്പോൾ അൻസിബ ചിന്തിക്കുക, എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യം ഈ ലക്ഷ്മി ഈ സ്ത്രീ എങ്ങാനും പോയിട്ട് ലക്ഷ്മി നക്ഷത്രം ഈ ലക്ഷ്മിപ്രിയയെ പോയിട്ട് ആരോടെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നുള്ള ചിന്തയ്ക്ക് മുകളിൽ ലക്ഷ്മിപ്രിയയോട് അൻസിബയ്ക്ക് ഒരു ഇത് തോന്നാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അൻസിബയിലേക്ക് എത്തിയിരിക്കാം, ലക്ഷ്മിപ്രിയ നിൻ്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ, ഓക്കെ, നീയും ഈ വ്യക്തിയും തമ്മിൽ റൂമിലിരിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇത് അൻസിബയോട് വേറൊരു വ്യക്തി ലക്ഷ്മിപ്രിയ കാണിച്ചു തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയയോട് ഓബ്വിയസ്ലി അൻസിബയ്ക്ക് ഒരു ദേഷ്യം തോന്നാം. അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയയെക്കുറിച്ച് ഇതുപോലുള്ള ഗൾഫിൽ, ഓക്കെ, ഇതേപോലുള്ള സ്ത്രീകളെ കൊണ്ടുപോയിട്ടുള്ള പരിപാടി, ഹവാല പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു മാഫിയ ഗ്യാങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന ലക്ഷ്മിപ്രിയ എന്ന് ഈ പറഞ്ഞ അൻസിബ ഹസൻ വേറൊരാളോട് പറഞ്ഞിട്ട് അത് ലക്ഷ്മിപ്രിയയുടെ ചുവട്ടിലെത്തിയാലും തമ്മിൽ ഈഗോ ഉണ്ടാവാനുള്ള വിഷയം, അല്ലെങ്കിൽ തമ്മിൽ പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാവാനുള്ള വിഷയം ആയല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതും ഹിയർസേസും അല്ലെങ്കിൽ ഇവർക്ക് മാത്രം പേഴ്സണലി അറിയാവുന്ന വിഷയങ്ങളുമാണ്. പക്ഷെ ഇപ്പോൾ ഇത് പുറത്ത് വന്ന സമയത്തുണ്ടല്ലോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാ കേസുകളിലും ഇപ്പോൾ ഈ കഴിഞ്ഞ കോൺട്രവേഴ്സിൻ്റെ എല്ലാ കേസിലും ഉള്ള അതേ സെയിം ഐറ്റം ആയിട്ടാണ്, അതിൻ്റെ ഒരു എസെൻസ് ആയിട്ടാണ് ഇത് മാറിയത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. എന്താണെങ്കിലും അപ്പോൾ ഈ മിഥിലാജ് അബ്ദുൾ ഇപ്പോഴും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ. ആ പരാതിയുടെ കോപ്പിയിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് പോകേണ്ടത് ഇപ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് ലക്ഷ്മിപ്രിയയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഓരോ പോർഷൻസ് ആയിട്ട് വെച്ച് തരാം. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സുരേഷേട്ടൻ ഇത്രയും അറിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അത്തം മുതലാണ് ശരിക്കും അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നത് കിടക്കാച്ചേളിൻ്റെ. 10 ദിവസത്തോളം കണ്ടിന്യൂസ് ഷൂട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്, ഓണമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന് അൻസിബയും ഞാനും ഒക്കെ കൂടെ ഒരുമിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് സെപ്റ്റംബർ 12-ാം തീയതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഫിലിം ചേംബറിന്റെ ഭക്ഷണം കഴിച്ച ദിവസം ഫിലിം ചേംബറിന്റെ ഒരു ലഞ്ച് ഉണ്ടായിരുന്നു, ഓണം ഫീസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പങ്കെടുത്തു. അതോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്നോ എന്ന് എനിക്ക് അല്ല, ഫിലിം ചേംബറിന്റെ ഇതിൽ പങ്കെടുത്തതാണ്. അന്ന് ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു 13-ാം തീയതി ഇവർ വിളിച്ചിട്ട് പറഞ്ഞു പടം ഒന്ന് സ്കെഡ്യൂൾ ചെയ്യുകയാണ്, കുറച്ച് അവർക്ക് എന്തോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇനി ഷൂട്ട് തുടങ്ങുന്നുള്ളൂ, മാഡം ഒക്കെ പോകുന്നെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തെ നൈറ്റ് ഷൂട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് റിസ്ക് എടുത്ത് വീണ്ടും തിരിച്ച് ചിറയൻകീഴ് വരെ പോയിരുന്നത്. അപ്പോൾ ആ ഷൂട്ട് നടന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഈ മോളെ നിർബന്ധിച്ച് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഷൂട്ടില്ലല്ലോ, അനിശ്ചിതമായിട്ട് ഷൂട്ടില്ല, എപ്പോഴാണ് ഇനി തുടങ്ങുന്നതെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വിളിക്കുമ്പം ഈ കുട്ടി വരാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടി പറഞ്ഞു 3 ദിവസം കൂടി ഈ കുട്ടിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ, നിന്ന് എങ്ങനെയെങ്കിലും പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ കാശിന് അത്യാവശ്യത്തിന് വല്ലതും ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കാശ് തരാം, വീട്ടിൽ വരൂ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാശ് തരാം, അപ്പം മോള് ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി എനിക്ക് 3 ദിവസം നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരി, അങ്ങനെ അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കട്ടെ, നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനത്തെ വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യും. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ആള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കണ്ണിന്റെ ഒക്കെ ഭാഗങ്ങൾ അപ്പൊ നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ആളെനിക്ക് ഞാൻ ഐഡന്റിഫൈ ചെയ്തൊന്നുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഈ ആളാണല്ലോ ആ ആളെന്ന് മനസ്സിലായത്. ഈ ആളെ ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, കാരണം രാത്രിയല്ലേ, ആ സമയമല്ലേ, ജസ്റ്റ് ഈ നമ്മുടെ വണ്ടി ഓണായ ഇതിലാണ് കാണുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോന്നു, വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ ഏട്ടൻ എന്തോ വിളിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിങ്ങ് പോന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 100 കണക്കിന് മിസ്ഡ് കോൾസ് എൻ്റെ ഫോണിൽ കിടക്കുകയാണ്. എനിക്ക് ഭയങ്കര വെപ്രാളായിപ്പോൾ. ഒന്ന് ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രതീഷ് സണ്ണി എന്ന് പറഞ്ഞ കോ പ്രൊഡ്യൂസർ, അതുകൂടാതെ ആ സെറ്റിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് നെയ്യാറ്റിങ്കര, സജിത്ത് പ്രൊഡക്ഷൻ മാനേജർ സജിത്ത്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഓക്കെ, ഇപ്പം ലക്ഷ്മി നക്ഷത്രം രാവിലെ ലക്ഷ്മി നക്ഷത്രം ചെയ്തതിൻ്റെ ഹാങ് ഓവറാണ് ഈ ലക്ഷ്മി നക്ഷത്രം മാറിപ്പോകുന്നത്. സോ ലക്ഷ്മിപ്രിയ LP എന്ന് പറയാം. LP ഇതിനകത്ത് ഈ സിനിമ ലൊക്കേഷനിൽ ഈ റൂമിൽ, ഓക്കെ, അൻസിബയും
ലക്ഷ്മിപ്രിയയും എൽപിയും ഈ സർവീസ് അപ്പാർട്ട്മെൻറ്റിലെ സാധനങ്ങളുണ്ടല്ലോ, ഒരു 2 BHK അകത്ത് തന്നെ ഒരു 2 റൂമും ഒരു കിച്ചണുമായിട്ടുള്ള സെറ്റപ്പ്, അങ്ങനത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് അകത്താണ് ഇവർ നിൽക്കുന്നത് ഈ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഓബിയസ്ലി ഇവരിതിന് ഈ ഒരു എൻറ്റയർ ഇൻ്റർവ്യൂവിൽ ഈ എൽപിയും അൻസിബിയും തമ്മിലുള്ള അവരുടെ ആ ഒരു പേഴ്സണൽ ബോണ്ടിനെ കുറിച്ചും പൈസയുടെ ഇടപാടുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പൈസയുടെ ഇത് മാത്രമല്ല, പൈസയുടെ ഇതിൻ്റെ ബില്ല് കൊടുക്കുന്ന, അതായത് ലക്ഷ്മിപ്രിയ പറയുമ്പോഴൊക്കെ ലക്ഷ്മിപ്രിയ ഈസ് ലൈക്ക് എ ഫിൽത്തി റിച്ച് പേഴ്സൺ എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. ബില്ല് കൊടുക്കുന്നതും കാശ് കൊടുക്കുന്നതും കടം കൊടുക്കുന്നതും ഒക്കെ ഇവർ. അപ്പം തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സിനിമയോ കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല, പിന്നെ എവിടെ നിന്നാണ് എത്ര കാശ്? അതൊരു അറിയില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ബിസിനസ് കാണുമായിരിക്കും, ബട്ട് സ്റ്റിൽ ഇത്രയും എടുത്തു കൊടുക്കാൻ മാത്രം എന്നുള്ള ഞാൻ ചിന്തിച്ചു പോയി. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദിസ്. അപ്പോൾ ഒരു റൂമിൽ ഒരു ഫ്ലാറ്റിൽ നിന്നിരുന്ന വ്യക്തികളായിരുന്നു ഇവർ രണ്ടുപേരും. ആൻഡ് ഇവർ കുറേ ഇതിനു മുമ്പും കുറേ സ്ഥലങ്ങൾ നടന്ന് ഒരു ഫ്രണ്ട് ബോണ്ട് ഇവർക്കുണ്ട്, അതായത് ചേച്ചി അനിയത്തി ബോണ്ട് ഇവർക്കുണ്ട്. ഈ ബോണ്ടിൻ്റെ മുകളിലാണ് ഇവരുടെ കുറച്ച് കാലമായിട്ട് ഇവർ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു മാസ്ക് മാൻ ഓബിയസ്ലി ലക്ഷ്മിപ്രിയയുടെ അറിവില്ലാതെ അൻസിബ വിളിച്ചു വരുത്തി എന്നുള്ളത് ബോധ്യപ്പെട്ടു. ആർക്ക്? ലക്ഷ്മിപ്രിയയ്ക്ക്. അതായത് എനിക്ക് തോന്നുന്നില്ല ഇവർ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരാളെ കണ്ടപ്പോൾ ഇവർക്ക് ഇങ്ങനെ തോന്നി. പക്ഷേ ഈ ഹോട്ടലിൽ നിന്നും പ്രൊഡക്ഷനിൽ നിന്നും ഒക്കെ കോള് വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു മാസ്ക് മാനെ ഇവർ പെട്ടെന്ന് അതിനെക്കുറിച്ച് ബോധേഡായതും ഒക്കെ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇവർ ഈ പറഞ്ഞ അൻസിബയെ ഈ സിറ്റുവേഷനിൽ, ഇവർ ഇറങ്ങുന്ന സിറ്റുവേഷനിൽ ഒരു മാസ്ക് മാൻ്റെ ഒപ്പം കാണുക, അല്ലെങ്കിൽ മാസ്ക് മാൻ അങ്ങോട്ട് കയറി വരുന്നത് കാണുമ്പോൾ തന്നെ ഇവർക്ക് സംശയമുണ്ട് മനസ്സിനകത്ത്. ഓക്കെ, സംശയത്തിന് മുകളിലാണ് ഈ സാധനങ്ങൾ ഇവർക്കും ബിൽഡായിട്ടുണ്ട്. പിന്നെ ഇവർ പോവാണല്ലോ, ഇവർക്ക് പോയാൽ പറ്റും, കാരണം ഷൂട്ടില്ലല്ലോ. പക്ഷെ അൻസിബോടെ സ്റ്റേ ബാക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോഴേ ഇവർക്ക് ഉണ്ടാവും ഇത് മനസ്സിനകത്ത്, നീ എന്നാലും ഇവളെ എന്തിനാണ് ഇതിനകത്ത് നിൽക്കണേ എന്നുള്ളൊരു സാധനം ഡെഫിനറ്റ്ലി എൽപിക്ക് വന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആ ക്യൂരിയോസിറ്റി ഉണ്ട് എൽപിക്ക് എന്നുള്ളത് ഇതൊന്നും എന്താണെങ്കിലും ഉറപ്പാണ്. അത് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ജയ്ചേട്ടൻ വന്ന് വണ്ടി കയറി ഇരുന്നിട്ടാണ് ഞാൻ തിരിച്ചു വിളിക്കുന്നത്. അപ്പം ആദ്യത്തെ കോള് ഷീബ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കോൾ ലിസ്റ്റാണ്. അതിലേക്ക് ഞാൻ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറയുന്നത്, ലക്ഷ്മി മാഡം റൂം, ഞങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്, 2 റൂമും ഹാളും കിച്ചനുമായിട്ട് അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. അപ്പം അതിൽ ഒരു റൂമിൽ ഞാൻ, ഒരു റൂമിൽ അൻസിബ, ഇങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പം ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു, സാറ് കണ്ടു എന്ന്. അതായത് നൈറ്റില് വോയിസ് കമാൻഡിങ്, അവിടെ നൈറ്റിൽ ഇത് മോണിറ്റർ ചെയ്യുന്നത് ദുബായിൽ ഇരുന്നിട്ട് സജീർ എന്ന് പറഞ്ഞ ഈ റിവേര റെസിഡൻസിയുടെ ഉടമസ്ഥനാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയും, ഇതേ ചാവി അവിടെ വെച്ചിട്ടുണ്ട് മാഡം, മാഡത്തിന്റെ ഫുഡ് അവിടെ ഇരിക്കുന്നു. വോയിസ് കമാൻഡിങ് നമ്മൾ അശരീരി കേൾക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം ഇത് കണ്ടു. ഇദ്ദേഹം കണ്ടിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നത്, ഇദ്ദേഹം അറിയാണ്ട്, അതായത് പിന്നെ ഹോട്ടൽ മാനേജർ അറിയാണ്ട് സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആരോ ഇവിടെ ഈ റൂമിലേക്ക്, ഞാൻ വെക്കേറ്റ് ആയ റൂമിലേക്ക് ആരെയോ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു വിഷയം ഞാൻ പറയാം. ഒരു ഹോട്ടൽ, ഇനിയിപ്പോൾ അതൊരു അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ സെറ്റപ്പ് ആണെങ്കിൽ പോലും, സർവീസ് അപ്പാർട്ട്മെൻറ്റ് അതൊരു ഹോട്ടലായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും, ഇനിയിപ്പോൾ ഗൾഫിലുള്ളതിൻ്റെ ഓണർ വോയിസ് കമാൻഡ് വെച്ച് അവിടുന്ന് രാപ്പകലില്ലാതെ, ടൈം സോണേ വ്യത്യാസം കാണും. ഇവിടുത്തെ ടൈമും അവിടുത്തെ ടൈമും ഇല്ലേ, രാത്രി. ഒരു ഓണർ ഇരുന്ന് നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് മറ്റേ മൈക്കിൽ അവിടുന്ന് പറയുമ്പോൾ ഇവിടെ കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും ഒരു ലോജിക്കലി ശരിയാവുന്നില്ല. ലക്ഷ്മിപ്രിയയ്ക്ക് നല്ല സംശയമുണ്ട് ഈ മാസ്ക് മാനെ കണ്ടത് മുതൽ. മേ ബി ലക്ഷ്മിപ്രിയ ആയിരിക്കണം ഈ പ്രൊഡക്ഷനിൽ വിളിച്ച് പറഞ്ഞത്, ഇവിടെയൊക്കെ വിളിച്ച് പറഞ്ഞത്, ആ മാസ്ക് ഇട്ടവൻ എവിടെ പോയി, അവനെ നിങ്ങളൊന്ന് നോക്ക്. അല്ലാതെ ചുമ്മാ നട്ടപ്പാതിരെ പുലർച്ചയ്ക്ക് 2 മണി 3 മണിക്ക് ഈ ദുബായിൽ ഇതിൻ്റെ ഓണർ ഇത് നോക്കിയിരുന്നിട്ട് മാസ്ക് മാൻ പോകുന്നു, പ്രൊഡക്ഷനിൽ ആരോ ആണ്, എന്നാൽ എല്ലാവരും പോയി ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ കാടിളക്കി ആ സെറ്റിലുള്ള എല്ലാവരെയും വിളിപ്പിച്ച്, ആ പ്രൊഡക്ഷനിൽ എല്ലാവരെയും വിളിപ്പിച്ച് ലക്ഷ്മിപ്രിയേനെ വിളിച്ചുകൊണ്ടിരുന്ന് നട്ടപ്പാതിരയ്ക്ക് CCTV തപ്പി കയറിയവനൊക്കെ എന്താ കള്ളം കയറിയത് അത്. അല്ലെങ്കിൽ ഇവർ അങ്ങനെയാവണം, കള്ളം കയറി എന്നുള്ളൊരു ഫീല് വരണം. ഇവർക്ക് അതുമല്ല, പ്രൊഡക്ഷനിൽ ആരോ കയറി, അതിന് രാത്രി ഇതിൻ്റെ ഓണർ ഇരുന്ന് CCTV തപ്പണ്.
അത്രയും ഗതികെട്ടവനാണോ ഹോട്ടലിൽ ഓണർ? രാത്രി ഒറ്റയ്ക്കിരുന്ന് ദുബായിൽ നിന്ന് വർക്കാൻ, അല്ലെങ്കിൽ അത്രയും വർക്കിനോട് അത്രയും ഇതുള്ളത്, അല്ലെങ്കിൽ ആ ബിസിനസ്സിനോട് അത്രയും സ്നേഹമുള്ള ഒരു തരമായിരിക്കണം. പക്ഷെ എന്നാലും ഇത്രയും സെറ്റപ്പുള്ളൊരു സാധനം കൊണ്ടുനടക്കുമ്പോൾ ഇയാളിത് നട്ടപ്പാതിരിക്ക് ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമോ? അപ്പം അതല്ല, ഇത് ലക്ഷ്മിപ്രിയയ്ക്ക് ആദ്യം മുതലേ ഈ റൂമിൽ നിന്ന് ഇറങ്ങി ഈ വ്യക്തിയെ കണ്ടത് മുതലുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിൻ്റെ മുകളിലായിരിക്കണം ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടായിരിക്കണം ഇവരിത് മോണിറ്റർ ചെയ്യാൻ പോയത്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം ചിലപ്പോൾ ഇവർ CCTV എടുത്ത് നോക്കിയത്. ലക്ഷ്മിപ്രിയ പറഞ്ഞ പോലെ മാസ്ക് ഇട്ട് ആരെങ്കിലും അൻസിബേൻ്റെ റൂമിൽ കയറിയിട്ടുണ്ടോ? അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട്, അങ്ങനെ ഒരാൾ പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ആ സാധനം. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ വെളുപ്പിനെ തന്നെ ഈ മാനേജേഴ്സിനെ വിളിക്കുന്നു. മാനേജേഴ്സ് പറയുന്നു ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കറിയില്ല. ഉടനെ പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നു. അങ്ങോട്ട് ആകെ മൊത്തം ഒരു ബഹളമായി. ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിലില്ലാത്ത ആളാണ്. അങ്ങനെ ഇവർ അന്വേഷിച്ച് പിടിച്ച് ഇവരിവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു. അൻസിബയെ വിളിക്കുന്നു. അൻസിബ ഫോൺ എടുക്കുന്നില്ല. ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. തുറക്കാതെ വന്നപ്പോഴത്തേനും 6:30 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് 6:30യോട് കൂടിയിട്ട് ഷീബ എന്ന് പറയുന്ന ലേഡി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ എൻട്രൻസ് തുറക്കുന്നു. നേരെ എൻ്റെ റൂമിലേക്ക് നോക്കുന്നു. അവിടെ ആരെയും കാണാനില്ല. അപ്പം അൻസിബയുടെ റൂമിൽ തട്ടി അൻസിബയെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞ വാക്കാണ്, അപ്പോൾ ജനിച്ചു വന്ന കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു എന്ന്. മനസ്സിലായോ? അപ്പം ചോദിച്ചു ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അയ്യോ ഇല്ല, ആരും ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞെന്ന്. അപ്പൊ ഇവര് ഡോർ ഇച്ചിരി ഒന്ന് തള്ളി തുറന്നിട്ട് ചോദിച്ചു. അപ്പൊ അവര് തന്നെ അന്തം വിടും, ആരാ ഇവിടെ കയറിയെന്ന് നമുക്ക് അറിയില്ല, മുഖംമൂടിയും വെച്ചിട്ടുണ്ട്, മുഖംമൂടിയല്ല മാസ്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതെന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു ആണോ, ബ്രദർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ? ആർക്കും ആരുടെ റൂമിലും വരാമെന്ന് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഓർഡർ പോലും ഉണ്ട്. ബ്രദർ സ്റ്റേ ചെയ്യുന്നുണ്ടോ? അപ്പം പറഞ്ഞു പിന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, 3 days സ്റ്റേ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡൊന്നും തരാനായിട്ട് പറ്റത്തില്ല, ID തരാൻ പറ്റില്ല, ഇതാന്ന് പറഞ്ഞു. ഭയങ്കര ബഹളം. അപ്പൊ സിനിമാക്കാരും ഇദ്ദേഹത്തിന്റെ അടുത്ത് വഴക്കിടുന്നു. ഈ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ വഴക്കിടുന്നു. ഇത് മുഴുവനും ഇവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലാതെ ലക്ഷ്മിപ്രിയ സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് മൊത്തം ഇവിടുത്തെ വഴക്കും ഈ കാര്യങ്ങളും, പുള്ളി ഭയങ്കര ഭീഷണിയാണ് പെടുത്തുന്നത്. അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ മിഥിലാജ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് മാസ്കിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞതും. നിങ്ങൾ ഈ സിനാരിയോ ഒന്ന് ചിന്തിക്കുക. അതായത് ലക്ഷ്മിപ്രിയ പോയപ്പോൾ മാസ്ക് മാനെ കാണുന്നു. ദുബായിൽ നിന്ന് മാസ്ക് മാനെ കണ്ട ഇതിൻ്റെ ഓണർ, പ്രൊഡ്യൂസർ, പ്രൊഡ്യൂസർ, ഇനി അതിലെ ലൈറ്റ് മാൻ, ചായ കൊടുക്കുന്നവനെയൊക്കെ എല്ലാവരും ഇനി റോട്ടുമ്പോൾ പോയതിനെ വരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും. ഒരു മലയാളത്തിലെ ഏറ്റവും പ്രമുഖ നടിമാരിൽ ഒരാളാണ്. ദൃശ്യം സീരീസ് അത്രയും ഹിറ്റാണ്. അപ്പോൾ അത്രയും ഫെയിമാണ് അൻസിബ. പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു ഫെയിം. അപ്പോൾ പ്രമുഖ നടികളിൽ മലയാളത്തിലെ ഒരാൾ തന്നെയാണ് അൻസിബ. പ്രമുഖ നടിയുടെ റൂമിലേക്ക് പ്രൊഡക്ഷനിൽ മാസ്ക് വെച്ചൊരുത്തൻ കയറുകയാണ്. ആരാന്നറിയില്ല. ഇവരുടെ വിചാരം പ്രൊഡക്ഷനിൽ ഏതോ ഒരുത്തൻ കയറിപ്പോയി നടിയുടെ റൂമിലേക്ക്. ലക്ഷ്മിപ്രിയ ഇറങ്ങുന്നു. അൻസിബയും ലക്ഷ്മിപ്രിയയും താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് മാസ്ക് വെച്ചവൻ കയറുന്നു. അതൊരു CCTV കാണുന്നു. ഇവർ പോലീസിനെ വിളിച്ചിട്ടില്ല. ഓക്കെ, പോലീസിനെ അറിയിച്ചിട്ടില്ല. ഇവർ അത്രയും മണിക്കൂറുകൾ നേരം ഇതിൻ്റെ സ്പെയർ കീ ഇട്ടിട്ട് ഈ ഫ്ലാറ്റ് തുറക്കാൻ നോക്കിയിട്ടില്ല. ഈ ടൈം ഗ്യാപ്പ് കൊണ്ട് ഈ കയറിയവൻ അൻസിബേൻ എന്തെങ്കിലും ചെയ്ത് കളഞ്ഞിരുന്നെങ്കിലോ? ഞാൻ സംശയം ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ പോട്ടെ, ഇതൊക്കെ എൻ്റെ സംശയങ്ങളല്ലേ, ചിലപ്പോൾ ഇവർക്കൊന്നും ഉത്തരം കാണില്ല ഇതിനൊന്നും. എന്താണെങ്കിലും ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു 5-6 മണിയായപ്പോഴത്തേക്ക് ഇവർ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കാൻ കൊടുത്തു. ദുബായിൽ നിന്ന് ഉണ്ടാക്കിച്ചിട്ട് ഫ്ലൈറ്റിൽ കൊടുത്തയച്ചിട്ട് ഇവിടെ എത്തിയിട്ട് ഇവർ എടുത്ത് തുറന്ന്, അല്ല എന്ത് പറയാൻ, കീ വെച്ച് ഇവർ തുറന്നപ്പോൾ അൻസിബ ജനിച്ച് വീണ കുട്ടിയുടെ ഇതിൽ വന്ന് പറയുന്നു അയാളല്ല. ഓക്കെ, അതായത് എൻ്റെ റൂമിൽ ആരും ഇല്ല. പിന്നെ പറയുന്നു അത് ബ്രദറാണ്. പിന്നെ പറയുന്നു ID കാർഡ് കൊടുക്കുന്നില്ല.
ആൻഡ് അവിടെ വീഡിയോ എടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, അവിടെ സിറ്റുവേഷൻ മാറുന്നു, ഒച്ചയും വിളിയാവുന്നു. ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ പിന്നെന്താണ്. മലയാളത്തിലെ പ്രമുഖ നടിയുടെ റൂമിൽ ഒരു അപരിചിതനോ അല്ലെങ്കിൽ സിനിമയിലുള്ള തന്നെ ആയിട്ടുള്ള വേറൊരാൾ, ബ്രദറൊന്നുമില്ല വേറൊരാൾ. ഇതേ ലക്ഷ്മിപ്രിയ ഇനി ഈ ഇൻ്റർവ്യൂവിന് മുന്നോട്ട് പറയുന്നുണ്ട് 8-9 വർഷമായിട്ട് ഇവർ തമ്മിൽ ബന്ധത്തിലാന്നുള്ളതൊക്കെ അൻസിബ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. ഇതേ ലക്ഷ്മിപ്രിയ ആദ്യം ഞാൻ പ്ലേ ചെയ്ത ക്ലിപ്പ് പറയുന്നുണ്ട്, മാസ്ക് വെച്ച് പോയ ചങ്ങായിൻ്റെ കണ്ണ് ഞാൻ രേഷം കണ്ടു, അപ്പം തന്നെ എനിക്കിത് എവിടെ പരിചയമുള്ള ഒരുത്തരാന്നുള്ളത് തോന്നിയിരുന്നു. എടാ ഇവരൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാരായിരിക്കും. ഇനിയിപ്പോൾ ഈ അൻസിബയും ഇയാളും തമ്മിൽ എന്ത് റിലേഷൻ ആണെങ്കിലും മേ ബി അൻസിബ ഇയാളെ ലക്ഷ്മിപ്രിയയ്ക്ക് ഇതിന് മുന്നേ പരിചയപ്പെടുത്തി കൊടുത്തു കാണും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ അറിയാമെന്നുള്ളൊരു കാര്യം ലക്ഷ്മിപ്രിയയ്ക്ക് അറിയുമായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ഫെമിലിയർ സാധനം തോന്നി ആ കണ്ണ് കണ്ടപ്പോഴത്തേക്ക്. ഓക്കെ, ആണ് ലക്ഷ്മിപ്രിയ ആദ്യം പറഞ്ഞത്. ഇപ്പം ഇതിൽ നോക്ക് നിങ്ങൾ നോക്ക്, ലൈക്ക് എന്താ പറയുക, ലക്ഷ്മിപ്രിയ പറയുകയാണ് ഈ പറഞ്ഞ ആളുകൾ വിളിച്ചപ്പോഴാണ് ഞാനിത് അറിഞ്ഞത്. ബാക്കി ടീംസ് ഹോട്ടലിൽ നിന്നും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് തോന്നുന്നില്ല അത് ലക്ഷ്മിപ്രിയ ആയിട്ട് ഇവളുടെ റൂമിലേക്ക് കയറിപ്പോയ ആളാരാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നിന്നുള്ള ആൾക്കാരെ പറഞ്ഞു വിട്ട് പിന്നെ അവിടുത്തെ സിറ്റുവേഷനിൽ വീഡിയോ മിക്കവാറും ലക്ഷ്മിപ്രിയ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു സംശയമുണ്ട്. അതോ ഇനിയിപ്പോൾ അവരെടുത്ത് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിപ്രിയ ചോദിച്ചു മേടിച്ചിട്ടില്ല എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്, പക്ഷെ അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത്. ലക്ഷ്മിപ്രിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരാ വീഡിയോ പുറത്തിടുന്ന പറയുന്നത്. അപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടി എടുത്തതാണോ അവരാ വീഡിയോ? അങ്ങനെ ചോദ്യം വരുമല്ലോ. അപ്പോൾ ലക്ഷ്മിപ്രിയയെ സേഫ് ആക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണോ? അപ്പം അങ്ങനത്തെ സംശയം അവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പം എന്താണെങ്കിൽ അവിടെ വീഡിയോ എടുത്തു, അവിടെ കച്ചറയായി, ID കാർഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഈ മിഥിലാജാണെന്നുള്ളത് മനസ്സിലായി. അടുത്ത കേൾക്കാം. അവിടെ വന്ന് അത് എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ അതുണ്ട്, പലരുടെ കയ്യിലും അത് സേഫായിട്ട് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവരത് പുറത്തെടുക്കും. അങ്ങനെ ഒരു രേഖയുണ്ട്. ഇതിന് അൻസിബയ്ക്ക് വേണമെങ്കിൽ കേസിന് പോകാം. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പൊക്കോണം എന്ന് പറയുന്നു. നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ID കാർഡ് തന്നാൽ അവർക്ക് സ്റ്റേ ചെയ്യാം, ID കാർഡ് ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷനിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഒരു 10:30 കൂടിയിട്ട് ഇവർ പോകാനായിട്ട് തയ്യാറാവുന്നു. അപ്പോൾ അവിടുത്തെ ആ കുട്ടിയുടെ ലഗേജും സാധനങ്ങളും ഒക്കെ കെയർ ടേക്കറെ ഏൽപ്പിക്കുന്നു. അപ്പം ഇവർക്ക് മനസ്സിലായി ഈ കുട്ടി വീട്ടിലേക്കല്ല പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് അഭിനയിക്കാനായിട്ട് ഒരു പെൺകുട്ടിയോ ആരുമില്ലാതെ വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ആ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർക്കല്ലേ. അപ്പം അത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ശ്വേത ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ ഹസൻ ആരാന്ന് നമുക്കറിയില്ല, ആരോ ഒരാളുടെ കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ട്, 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്ന് ശ്വേത ചേച്ചിയെ വിളിച്ച് അവർ പറയുന്നു. ഞാൻ വിളിച്ചു, ഈ വിവരം ഞാൻ അറിഞ്ഞിട്ട് ഈ ഷീബ എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പറയാണ് അത് ചിലപ്പോൾ ആ കുട്ടിയുടെ ആങ്ങളെ ആയിരിക്കും ചേച്ചിന്ന്. അപ്പൊ എൻ്റെ അടുത്ത് പറയാം ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. മാഡത്തിന്റെ റൂം അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, എന്തുകൊണ്ട് ആ പുള്ളി അവിടെ താമസിച്ചില്ല? എന്തിന് ഈ മാഡത്തിന്റെ റൂമിൽ തന്നെ താമസിച്ചു? നമുക്ക് ഉത്തരവില്ലാതെ പോവാണ്. അവിടെ ഞാൻ അൻസിബയെ സേവ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടിയെ വിളിച്ചപ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു ചേച്ചിക്ക് അറിയില്ലേ 9 വർഷമായിട്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ കന്യാകുമാരിയിൽ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ കന്യാകുമാരിയിൽ പോയിട്ട് ദേ അവിടെ ഒരു കുബേരനും അവിടെ ഒരു ലക്ഷ്മി ഇരിപ്പുണ്ട് ശംഖ് കൊണ്ടുള്ള. ഒരു മിനിറ്റ് തന്നാൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ മേടിച്ച് 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാമോന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ AMMയിലേക്ക് വിളിച്ചു പറഞ്ഞ ഈ സിനിമേൻ്റെ പ്രൊഡ്യൂസറും ഇതിൻ്റെ ഡയറക്ടറൊക്കെ സമ്മതിച്ചു. ഒന്ന് ആലോചിച്ചു. അൻസിബ കൊച്ചുകുട്ടിയല്ല, സ്ത്രീയാണ്, കൊച്ചുകുട്ടിയല്ല. അൻസിബ ഹസൻ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. ഇപ്പോൾ ഒരു ഹോട്ടലിനകത്ത് ID കാർഡ് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കിയ ഒരു വ്യക്തി നിൽക്കുകയാണ്. അൻസിബയ്ക്ക് ഈ വ്യക്തിയെ അറിയുകയും ചെയ്യാം.
അവരിവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോവാന്ന് പറയുന്നു. ഓക്കെ, അൻസിബയെ പോലെ ക്യാരക്ടറുള്ള അത്രയും ബോൾഡായിട്ടുള്ളൊരു വ്യക്തി ഫ്രണ്ടിൻ്റെ കൂടെ അവിടുന്ന് ഇറങ്ങി പോവാന്ന് പറയുമ്പോഴത്തേക്ക് അൻസിബേൻ്റെ വീട്ടിലേക്ക് അല്ല വിളിക്കുന്നത്. ഓക്കെ, നേരെ വിളിക്കുന്നത് AMM അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിനെ വിളിക്കുന്നത്. നിങ്ങളെ ജോയിൻറ്റ് സെക്രട്ടറി ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പിന്നിൽ അതായത് ഈ ലക്ഷ്മിപ്രിയ അറിയാതെ ഈ സാധനം ഒരിക്കലും ഇതിൻ്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ അറിയാതെയോ പറയാതെയോ ശ്വേതാ മേനോനെ വിളിച്ച് പറയില്ല. അപ്പോൾ ലക്ഷ്മിപ്രിയയുടെ ആവശ്യം എന്തായിരുന്നു? ഇത് ശ്വേതാ മേനോനെയും കൂടി അറിയിക്കണം. ഏത് പിടുത്തം കിട്ടി ഞങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലായ. അപ്പോൾ അങ്ങനെ ശ്വേതാ മേനോനെ ഈ സാധനം ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം വിളിച്ചറിയിക്കുന്നു. ഓക്കെ, അവിടെ തന്നെ എന്ത് കറക്റ്റ് കണക്ഷൻ വന്ന് ശ്വേതാ മേനോൻ ഇതിലേക്ക് എൻ്ററായി. അന്ന് രാത്രി പുലർച്ചെ ആ ഹോട്ടലിൽ നടന്ന സംഭവങ്ങൾ ശ്വേതാ മേനോനും കണക്റ്റ് ആവുന്നു. അപ്പോൾ ഓബിയസ്ലി ഈ ദൃശ്യങ്ങളും ഈ വിഷയങ്ങളും ശ്വേതാ മേനോൻ കാണും അറിയും. എഗെയിൻ അൻസിബയ്ക്ക് ശ്വേതാ മേനോനോടും ഒരു സാധനം വരാം. ഇത് ശ്വേതാ മേനോനും ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയും കൂടി പ്ലാൻ പണിയതാണോ തോന്നിക്കൂടെ? അതിനുള്ള ചാൻസ് ഇല്ലേ? അതായിരിക്കണം ഒരു പക്ഷേ ഈ പറഞ്ഞ ശ്വേതാ മേനോനെതിരെ ഉള്ള ആ കേസ്. ഞാൻ ആദ്യം ഈ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, അശ്ലീല ദൃശ്യം സർക്കുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെ കേസ്. അതിതാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത് കേട്ടില്ലേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവരാ വീഡിയോ എടുത്ത് പുറത്തിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ലക്ഷ്മിപ്രിയയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയക്കെതിരെ എന്തെങ്കിലും വരും എന്നുള്ളത് പേടിച്ചിട്ട് അൻസിബയ്ക്കെതിരെ എടുത്ത് വെച്ചതാണോ എന്ന് ഞാൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ അതാണ്. എന്നാലും ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ അൻസിബ അശ്ലീല ദൃശ്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് കേസ് പോകാനുള്ള റീസൺ ഇതാണ്. അവിടെ നിന്നെടുത്ത വീഡിയോ അത് ശ്വേതാ മേനോനും കണ്ടു കാണണം, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ്റെ കയ്യിലും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തോന്നൽ അൻസിബാസിന് വന്നിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ടായിരിക്കണം അവർ പേരും കൊടുത്തത്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയും കൂടി കേൾക്കാം. ഈ ഡിസംബറിൽ ഞാൻ ഈ എമൗണ്ട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തുനിന്ന് സെപ്റ്റംബറിൽ വാങ്ങിച്ചതല്ലേ, ഡിസംബർ വരെ എനിക്ക് പൈസ തന്നിട്ടില്ലല്ലോ. എനിക്ക് കാശിന് ആവശ്യം വന്നൊരു സമയത്ത് ഞാൻ പൈസ തിരിച്ചു ചോദിച്ചു. ആ കുട്ടി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് തിരിച്ചു തരുകയും ചെയ്തു കേട്ടോ. എൻ്റെ അടുത്ത് രേഖയുണ്ട്, തന്നതിന് തെളിവുണ്ട്. അപ്പോൾ ഞാൻ ഈ കാശ് ചോദിച്ചത് ഇവൾക്കൊരു വിഷമമായി കണ്ടേക്കാം. പിന്നെ ചേച്ചിയുടെ അടുത്ത് 2 പ്രാവശ്യവും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അവൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു കുട്ടിയാണ്, ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ 2 തവണയും കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഇനി അവർ തമ്മിലൊക്കെ എല്ലാവരുമായിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് ഞാൻ ചെന്ന് പറഞ്ഞു എന്നതായിരിക്കാം ഒരു പക്ഷേ ഈ കുട്ടി വിചാരിച്ചിരിക്കുന്നത്. എന്നോട് ചോദിച്ചവരുടെ അടുത്ത് പോലും എനിക്ക് അങ്ങോട്ട് സംഭവം അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ടിനി ചേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് ടിനി ചേട്ടനോട് ഈ വൈരാഗ്യം വരാൻ കാരണം. ടിനി ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി അവിടെ ഈ കന്യാകുമാരി പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം അൻസിബയ്ക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് എൻ്റെ അങ്ങനെ സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ടിനി ചേട്ടൻ ഉടനെ പറഞ്ഞു, ഓ ലക്ഷ്മിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ അടയും ചക്കരയല്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാശ് അടുത്തത്. ലക്ഷ്മിപ്രിയ അൻസിബിയും തമ്മിൽ ക്യാഷിൻ്റെ ഡീലിങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് എവിഡൻ്റായി. ക്യാഷ് കൊടുത്തത് തിരിച്ചു ചോദിച്ചത് കൊണ്ട് വന്ന ഈഗോ ആണോ ഗ്രഡ്ജാണോ അതോ ഈ റൂമിൽ നടന്ന ഇഷ്യൂ, അതിൻ്റെ ക്ലിപ്പ് അത് ലക്ഷ്മിപ്രിയ വേറെ ആരെങ്കിലും പാടി നടന്നോ കാണിച്ചോ എന്നുള്ളത് അൻസിബ ചിന്തിച്ചിട്ടാണോ? ഇതൊക്കെയാണ് ലക്ഷ്മിപ്രിയയുടെ ചോദ്യങ്ങളല്ലേ. അതിലേക്ക് ടിനി ടോം ആഡ് ആവുന്നു. കാരണം ഇൻഡസ്ട്രിക്കകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്ന കാട്ടുതീ പോലെ നമ്മളെ സാധാരണക്കാരാണെങ്കിൽ ഇൻഡസ്ട്രിക്കകത്തുള്ളവരറിയും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അസോസിയേഷനായിട്ട് ഇത് ലിങ്ക്ഡ് ആണല്ലോ. അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റ്, അസോസിയേഷൻ്റെ വൈസ് സെക്രട്ടറി. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പ്രസിഡൻറ്റിനെ വിളിച്ച് അറിയിച്ചതുകൊണ്ട് ടിനി ടോം ഈ വിഷയം എങ്ങനെയോ അറിഞ്ഞത് ടിനി ടോം ചോദിച്ചു. അപ്പോൾ ടിനി ടോമിനോട് ഇവർ പറഞ്ഞോ, ടിനി ടോമിന് ഇങ്ങനത്തെ ദൃശ്യം അവർ കാണിച്ചു കൊടുത്തോ എന്നുള്ള ദേഷ്യം കൊണ്ട് ടിനി ടോമിനെതിരെയും അൻസിബ പോകുന്നു. ഇതാണ് ഇവർ പറയുന്നത്. ഇത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഒരു 18 വയസ്സിന് മുകളിൽ അത്യാവശ്യം ലോകത്തിനെക്കുറിച്ച് അറിയാവുന്ന
ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയും ബോധവുമുള്ള നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി. ആ വ്യക്തിക്ക് അയാളുടെ പേഴ്സണൽ ലൈഫിൽ ആരെ വേണേൽ ചൂസ് ചെയ്തൂടെ? എൻ്റെ ഒരു ചോദ്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തു, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഇവർ പറയും ഇതുവരെ ലോകത്തിനോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഇവരാരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ, ആരോടും ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ, അൻസിബ ഹസൻ പ്രൊവോക്ക് ആവാൻ 2 റീസണേ ഞാൻ കാണുന്നുള്ളൂ. ഒന്ന്, AMMA അസോസിയേഷൻ. അവർ ഓൾറെഡി അവരുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ആ അസോസിയേഷനോട് അവർ അത്രയും അറ്റാച്ച്ഡ് ആയിപ്പോയി. അതുകൊണ്ട് വന്ന അവരുടെ ഓവർ കമ്മിറ്റ്മെൻറ്റുമുള്ള അവർ പല കാര്യങ്ങളും ചോദ്യം ചെയ്തു എന്നാണ് അവർ പറയുന്നത്. മേ ബി അതൊരു റീസൺ തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ പറഞ്ഞ ഈ സാധനം ചിലപ്പോൾ റീസൺ ആവാം. അവരുടെ പേഴ്സണൽ ലൈഫിലുണ്ടായൊരു സംഗതി, ആ സാധനത്തിനെ വേറൊരു രീതിയിലേക്ക് ഒരു വീഡിയോ എടുക്കുന്ന രീതിയിൽ, ഒരു വീഡിയോഗ്രാഫ് ചിത്രീകരിച്ച് വെക്കുന്ന രീതിയിൽ വരെ ആക്കി മാറ്റിയോ ലക്ഷ്മിപ്രിയ എന്നുള്ള ഒരു സംശയം ഇവർക്ക്, അൻസിബയ്ക്ക് തോന്നുകയാണ് അല്ലേ? അങ്ങനത്തെ സിറ്റുവേഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തതും അവിടെ സംഭവിച്ചത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾക്ക് ഓബിയസ്ലി ആ സാധനം തോന്നില്ലേ? പിന്നെ ആരുടെയെങ്കിലും ചെവിയുന്നത് കേട്ടാനുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്ക്. ലക്ഷ്മിപ്രിയ വന്ന് ഞങ്ങളോട് അന്ന് ഹോട്ടലിൽ നടന്ന കാര്യം മൊത്തം പറഞ്ഞു കേട്ടോ, വീഡിയോ കാണിച്ചു തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ തിരിയാതിരിക്കും ഇവർക്കെതിരെ. ഓബിയസ് ആയിട്ട് ഇവരെ മാറ്റി നിർത്തില്ലേ ലൈഫിൽ നിന്ന്. കൂട്ടത്തിൽ നേരത്തെ മിഥിലാജ് എഴുതിയ പോലെ ദുബായിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ പരിപാടി, അല്ലെങ്കിൽ ദുബായ് കണക്ഷൻ ഇവരുത് ഇത്ര നല്ലതല്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യും, ഈ മാറ്റി നിർത്തും, ലൈഫിൽ തന്നെ മാറ്റി നിർത്തും. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അൻസിബയുടെ റീസൺസ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വിളി ചെയ്യാം. യൂട്യൂബേഴ്സ് അടക്കം ധാരാളം പേര് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. സത്യത്തിൽ ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? ഈ പറയുന്നവരൊക്കെ ഒരു തെളിവ് കൊണ്ടുവരട്ടെ, ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. പക്ഷേ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബില്ലും ആ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം എൻ്റെ ഈ ഫോണിലുണ്ട്. മറ്റേ ശങ്കരാടി ചോദിക്കുമ്പം കൈമലർത്തുന്ന പോലെ അല്ല. സെപ്റ്റംബർ 13 ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നോൺ വെജ് കഴിക്കില്ല, അരിഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതിരിക്കണ. സർവോപരി അന്ന് എനിക്ക് പനി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം. ആ കുട്ടിയോട് വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവർ ഭക്ഷണം കഴിച്ചതിൻ്റെയും അവർ കഴിച്ചതിൻ്റെയും ബില്ല് ഞാനാണ് പേ ചെയ്തത്. ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമാണെങ്കിൽ ഈ നിരപരാധിയായ എന്നെ അവിടെ കൊണ്ടുപോയത് എന്ത് കാര്യത്തിനാണ്? ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത എന്നെ എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? എന്തിനാണ്? അല്ല, അതന്നെ ഞാനും ചോദിക്കുന്നത്. മദ്യപിക്കില്ല, ആ ടൈമിൽ എന്താ പറയുക, നോൺ വെജ് പോലും കഴിക്കാത്ത ഒരാൾ പിന്നെ എന്തിനാ ലക്ഷ്മിപ്രിയയെ കൊണ്ടുപോയി? ലക്ഷ്മിപ്രിയ അൻസിബയുടെ മാനേജർ വല്ലതുമാണോ? അല്ല, അൻസിബ പോണോടത്തും വരുന്നിടത്തൊക്കെ ബില്ല് പേ ചെയ്യുന്നതും അൻസിബയ്ക്ക് വേണ്ടി കാശ് ചിലവാക്കുന്നതും ഒക്കെ ലക്ഷ്മിപ്രിയാണെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. അപ്പം ലക്ഷ്മിപ്രിയക്ക് എന്താണ് ഇത്രത്തോളം ഈ അൻസിബയോട് ഉണ്ടായിരുന്നത്? പെങ്ങളുട്ടി സ്നേഹമാണോ? സ്വന്തം മകൾ സ്നേഹമാണോ? എന്ത് തരം അതോ ഇനി അതികൊടൂരമായ ഫ്രണ്ട്ഷിപ്പാണോ? കാരണം അതിന് ഭാര്യ അത്ര പൈസ ചിലവാക്കുന്നുണ്ട്. പിന്നെ ഇവർ വിളിക്കണോളൂ, നോൺ വെജ് കഴിക്കാൻ പാടില്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്രതത്തിലും ആയിരിക്കും. ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു റെസ്റ്റോ ബാറിൽ കയറി ഇരുന്നിട്ട് ഒപ്പമുള്ളവൻ ഓപ്പോസിറ്റുള്ളവൻ അടിക്കുന്നത് നോക്കിയിട്ട് ഈ വ്രതം എടുത്തിരിക്കുന്ന ഒരാൾക്ക്, വ്രതം ഇൻ ദ സെൻസ് എനിക്ക് തോന്നിയത് പറയാം. കാരണം അപ്പോൾ ആ ടൈമിൽ അവർക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലും വ്രതത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇനി റെസ്റ്റോ ബാറിൽ പോയിട്ട് ആ ഒരു ആംബിയൻസിൽ ഈ പറഞ്ഞ പോലെ ഇവർ മദ്യപാനവും ഇറച്ചി തീറ്റയൊക്കെ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അത് കണ്ടിരിക്കാൻ പറ്റും, എന്നിട്ട് അതിന് ബില്ലും കൊടുക്കാൻ പറ്റും. സംവെയർ റോങ്. ഞാൻ ആദ്യം പറയട്ടെ, ഇവരൊക്കെ തമ്മിൽ പേഴ്സണൽ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ എല്ലാ സർവ്വ പരിപാടികളും അറിഞ്ഞും അറിയുന്ന ആളുകളാണ്. ഓക്കെ, മദ്യപാനം ഇപ്പം ഈ പറഞ്ഞ പോലെ സർക്കാർ ഇവിടെ വിൽക്കുന്നൊരു ഐറ്റമാണ്. പബ്ബുകളും റിസ്റ്റോ ബാറുകളും ഒക്കെ ആയിട്ട് എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. വാങ്ങി കുടിക്കുന്നതും കുടിച്ച് ജീവിതം തുലയ്ക്കാതിരിക്കുക അവരുടെ താല്പര്യമാണ്. ഇല്ലീഗൽ സാധനമല്ലല്ലോ, ലീഗലി ഇവിടെ വിൽക്കുന്ന സാധനങ്ങളാണ് ഈ സാധനങ്ങൾ. അതെടുത്തിട്ട് ഇവർ ചെയ്യുന്നു. ഓക്കെ, ആ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ലക്ഷ്മിപ്രിയ, ഇപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുന്നു, ഇപ്പോൾ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടിനെ ഞാനിങ്ങനെ ചെയ്യും. അവൻ കുടിക്കൂല, വലിക്കൂല, പക്ഷെ അവൻ്റെ നല്ല ഫ്രണ്ടാണ്, പോണ വഴിക്ക് ഞാൻ എടുത്തിട്ട് പോകും. അപ്പോൾ നിങ്ങൾ തമ്മിൽ അത്രയും ക്ലോസ് മച്ചായിരുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാവുന്നത്. പിന്നെ
അൻസിബ ഹസൻ മദ്യപിക്കുന്നുള്ളതിലേക്ക് ഇവർ കാര്യങ്ങളോടൊന്ന് എത്തിച്ചു. നിങ്ങളൊരു സെറ്റപ്പ് എന്ത് മദ്യപിച്ചോ ഇല്ലയെന്ന് അറിയില്ല, ബാറിൻ്റെ പരിസരത്ത് പോലും പോയില്ല എന്ന് പറഞ്ഞ ചേച്ചി ഇന്ത്യ വിട്ട് GCC പോയി കഴിഞ്ഞാൽ ബാറിലെ പ്രോഗ്രാംസിന് പോകുന്നുള്ളതിൻ്റെ കുറച്ച് എവിഡൻസ് ആയിട്ടാണ് ഈ സാധനം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് വന്ന് കറങ്ങുന്നത്. ചേച്ചി തന്നെ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അത് വേറെ ഏതോ ഒരാൾ വിളിച്ചു കൊണ്ടുപോയതാണ്, അവരെന്തോ പാർട്ടി ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോയപ്പോൾ അവിടെ പോയതാണ്. അങ്ങനെ പോയാൽ ഒറ്റയ്ക്ക് പോസ്റ്ററൊക്കെ വരൂ? അതെനിക്കറിയില്ല, അതൊരു പ്രത്യേകതരം കഴിവാണത്. ഈ ദുബായ് റെസ്റ്റോ ബാറുകൾക്ക് മാത്രം അവർക്ക് എന്ത് ചെയ്യാം, ടൈം ട്രാവൽ ചെയ്യാം. ലക്ഷ്മിപ്രിയ വരുന്നുണ്ടേ എന്നുള്ളത് കണ്ടറിഞ്ഞ് പോസ്റ്ററൊക്കെ ഇറക്കാൻ പറ്റുമായിരിക്കും അല്ലേ. ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കാത്ത ഒരു പ്രോഗ്രാം, മീറ്റ് ആൻഡ് ഗ്രീറ്റ് പോലത്തെ എന്തെങ്കിലും പരിപാടിയായിരിക്കും. മനസ്സിലായോ? ആൻഡ് ബൈ ദ വേ ഈ പ്രോഗ്രാമിലേക്കും ഈ പരിപാടിയിലേക്കും ഇതേ ഡേറ്റൊക്കെയാണ് ആ ചെക്കൻ എഴുതിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മിപ്രിയ അൻസിബയെ ക്ഷണിച്ചു, അൻസിബ പോയില്ല. ഇതൊക്കെ ഒന്നും കൂടി ഇങ്ങോട്ട് മോശമായി തുടങ്ങിയുണ്ടല്ലോ, പല ഭീകര ഐറ്റങ്ങളും ചിലപ്പോൾ പുറത്തു ചാടും. മനസ്സിലായില്ലേ? പല ഭീകര ഐറ്റങ്ങളും പുറത്തു ചാടും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡിസംബറിൽ വീണ്ടും ഈ പടം റീസ്കെഡ്യൂൾ ആവുക. ആ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തി അന്നേരം ഞങ്ങൾക്ക് അവിടെ ഹോട്ടലിൽ, അതാണ് ആ പ്രശ്നം എന്ന് പറഞ്ഞത്. ലക്ഷ്മിപ്രിയ മാഡത്തിനും ജാഫർ ഇടുക്കി സാറിനും ആണെങ്കിൽ ഇവിടെ റൂം തരാം, വേറെ ഒരു മനുഷ്യരും ഇവിടെ റൂം എടുക്കാൻ പാടില്ല. അതെ, റൂം തരില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വളരെ റീസണബിൾ ആയിട്ട് അവിടെ റൂം കിട്ടിയിരുന്ന, അവർ പ്രൊഡക്ഷന് നഷ്ടം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി കാരണം. അപ്പോൾ പറഞ്ഞു ഇവിടെ ഇന്ന ആൾക്കാർക്കാണെങ്കിൽ റൂം തരാം, ഇല്ലാത്ത വേറെ ഒരു മനുഷ്യർക്കും റൂം തരില്ല എന്ന് പറഞ്ഞിട്ട് പലരും പല സ്ഥലത്താണ് പിന്നീട് താമസിച്ചത്. അത് ചേട്ടനറിയാലോ, ഈ ആറ്റിങ്ങല് ചിറയൻകീഴ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഒരു മീഡിയം റേഞ്ചൊക്കെ ഉള്ളൂ. അങ്ങനെ സാവിത്രി ബാർ ഹോട്ടലിലാണ് പിന്നീട് ഇവർ താമസിക്കുന്നത്, പിറ്റേ സ്കെഡ്യൂൾ താമസിക്കുന്നത്. ഞാൻ അവിടെ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവിടെയും വെളുപ്പിനെ 4 മണി 5 മണി ആയ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് അവിടെ വരികയും ഇതേ ID പ്രൂഫ് ചോദിക്കുകയും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയും. ഇതേ പ്രശ്നം അവിടെയും ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെയും CCTV ഫൂട്ടേജസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാത്തിനും കോടതി പോകുന്ന അൻസിബ, എല്ലാരെയും പ്രശ്നക്കാരാക്കുന്ന അൻസിബ, എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്ന അൻസിബ, ഇതൊന്നും ഞാൻ എൻ്റെ ചങ്ക് പൊട്ടിയിട്ടാണ്. സുരേഷ് ഏട്ടൻ പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. ലക്ഷ്മിപ്രിയ അത് വിട്. സംഗതി നിങ്ങളുടെ ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൊളിഞ്ഞതിലും അതിൻ്റെ പിടിപ്പുകേടിൽ അത് പൊട്ടിപ്പോയതിലും നിങ്ങൾക്ക് നല്ല അമർഷമുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം അൻസിബ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്കൊരു ത്രെട്ടനിങ് പോലത്തെ ഒരു ഐറ്റം ആയിട്ട് തോന്നി. മനസ്സിലായോ? ഒരു ത്രെട്ടനിങ് ഐറ്റം ആയിട്ട് നിങ്ങൾക്ക് തോന്നി. അതിലേക്ക് ഞാൻ വരാം, അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ വയ്ക്കാം. അതായത് ഈ കേസ് എങ്ങനെ ബിൽഡായി എന്നുള്ളത്. അൻസിബ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നു, ആ മെസ്സേജ് കണ്ട് നിങ്ങളാകെ സീനാവുന്നു, അതുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, നിങ്ങളെ ഹസ്ബൻഡ് അത് കാണുന്നു, ഈ ഒരു ഐറ്റം. അതാണ് തുടക്കം. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലൊരു ഇൻസിഡൻറ്റ്, അൻസിബയുടെ പേഴ്സണൽ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, ഇതും പ്രൈവറ്റാണ്, ഇതും പ്രൈവറ്റാണ്. ഇത് രണ്ടും നിങ്ങളുടെ പ്രൈവസിയാണ്. ഈ രണ്ട് പ്രൈവസിയിൽ തന്നെ ഇരിക്കേണ്ട കാര്യം. രണ്ട് ഫ്രണ്ട്സുമാണ്, തിക് ഫ്രണ്ട്സുമാണ്, ഏച്ചി ബന്ധമാണ്. അപ്പോൾ ഇത് ഒരാൾക്ക് തോന്നുകയാണ്, അൻസിബയ്ക്ക് തോന്നുകയാണ് എൻ്റെ പ്രൈവറ്റായിട്ടിരിക്കുന്ന, എൻ്റെ പ്രൈവസിയിലിരിക്കേണ്ട സാധനം ലക്ഷ്മിപ്രിയയ്ക്ക് അറിയാം, പക്ഷെ ലക്ഷ്മിപ്രിയയുടെ വായിൽ നിന്നത് ചോർന്നു. ആൻഡ് ലക്ഷ്മിപ്രിയയ്ക്ക് തോന്നുകയാണ് എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ എൻ്റെ പ്രൈവസിയിൽ ഇരിക്കേണ്ട അൻസിബയ്ക്ക് അറിയുന്ന ഒരു കാര്യം, അത് എൻ്റെ ഫ്രണ്ടിന് അറിയുന്ന ഒരു കാര്യം, അത് അൻസിബയിൽ നിന്ന് ചോർന്നു. അല്ലെങ്കിൽ അൻസിബേനെ ഡയറക്റ്റ് ചോദ്യം ചെയ്യുന്നു, ത്രെട്ടനിങ് പോലെ. ഈ ഈഗോ ആണ് ഇവിടെ സീനായത്. അൻസിബ എൻ്റെ ശത്രുവായി എന്ന് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ജനുവരി 25 അതുവരെ ഈ കുട്ടി എൻ്റെ ശത്രുവാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല സുരേഷ് ഏട്ടാ. അതായത് ഡിസംബർ 10 അൻസിബ എനിക്ക് എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് അയച്ചു. എനിക്കത് അത്ര നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നിയില്ല, ഒരു നല്ല സെൻസ് ആയിട്ടും എനിക്ക് തോന്നിയില്ല. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ലക്ഷ്മി ചേച്ചി ദുബായിൽ പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിരുന്നോ? എൻ്റെ ഫ്രണ്ട് RJ സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ എന്തോ ഒരു ഫോട്ടോയെ പറ്റി പറഞ്ഞു.
ഇത്രയേ ഉള്ളൂ മെസ്സേജ്. അപ്പം ഞാൻ തിരിച്ചു വെച്ചു എൻ്റെ എന്ത് ഫോട്ടോ അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം അൻസിബ എന്ന ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ എൻ്റെ മകളെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ ആ റോഡിൽ പോയി നിന്നാലും മിനിമം 5 പേര് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കും. അത് എന്നോടുള്ള ഇഷ്ടക്കൂടുതലും ഉള്ളൊന്നുമല്ല, എന്നെ കണ്ട് മുഖപരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ കൂടെ ഒരു 5 പേരെങ്കിലും നിന്ന് സെൽഫി എടുക്കും. അപ്പം ഇത് ലക്ഷ്മിപ്രിയ ഈ കേസ് കൊടുക്കാനുണ്ടായ ഒരു സീനിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അൻസിബ ഹസൻ ലക്ഷ്മിപ്രിയയ്ക്ക് അയച്ച മെസ്സേജ്, ആ മെസ്സേജ് കണ്ട സമയത്ത് ലക്ഷ്മിപ്രിയയ്ക്ക് ഉണ്ടായ ഒരു തരം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, ആ കൈൻഡ് ഓഫ് സാധനം. പിന്നെ അത് ഹസ്ബൻഡ് കാണുന്നു, അത് സീനാവുന്നു, അത് കേസിലേക്ക് പോകുന്നു. ആൻഡ് ഇതേ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എഴുതി കൊടുത്തപ്പോൾ ഞാനൊക്കെ 4 വരി എഴുതി കൊടുത്തത്. പക്ഷേ മിഥിലാജ് ഇട്ട പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന കംപ്ലൈൻറ്റിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പി ഞാനിവിടെ വയ്ക്കാം. ഇത് 4 വരിയല്ല വേണം. ഇതിനകത്ത് പറയുന്നത് കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങളെ കണ്ടു എന്ന് പറഞ്ഞ് അൻസിബ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. അതിനെ തുടർന്ന് നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളിൽ അൻസിബ വന്ന് നിങ്ങളുടെ ഹസ്ബൻഡിനോടടക്കം വന്ന് ഇരുന്ന് എല്ലാവരും കൂടി സംസാരിച്ച് അൻസിബയുടെ കയ്യിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ അത് കാണണം, ചിത്രം ഉണ്ടെങ്കിൽ കാണണം, ഇല്ലെങ്കിൽ അൻസിബയ്ക്കെതിരെ കേസ് എടുക്കണം, ചിത്രം ഉണ്ടെങ്കിൽ അത് കാണണം. അപ്പോൾ യു വോണ്ട് ടു വെരിഫൈ വെദർ ദർ ഈസ് എ പിക് ലൈക്ക് ദാറ്റ് ഓർ നോട്ട്. അതാണ് സാധനം അല്ലേ? അപ്പോൾ മിഥിലാജ് എഴുതിയിട്ടതിൽ എന്തോ ഉണ്ട്, അതായത് അങ്ങനെ ഒരു ഐറ്റം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ലക്ഷ്മിപ്രിയയ്ക്ക് ഉറപ്പ് വരുത്തണം. അങ്ങനെ സൈനുണ്ട്. എൻ്റെ എന്തോ ഒരു ഫോട്ടോ എന്ന് പറയുമ്പം ഒരിക്കലും അതൊരു നല്ല ഫോട്ടോ ആവാനായിട്ടൊരു ചാൻസ് ഇല്ല. പിന്നെ ഒരു RJ, ഞാൻ പോയത് ഒരു പബ്ലിക് ഫംഗ്ഷൻ അല്ല, ഞാനൊരു പ്രൈവറ്റ് ഫംഗ്ഷനാണ് പോയത്. ആ ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെ ഈ പറയുന്ന ഒരു RJ അവിടെ വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഡൗട്ട് അടിക്കുമല്ലോ. നമ്മൾ ഇവിടെ വെച്ച് ഇത്രയും ഫോട്ടോസ് എടുക്കുന്നെങ്കിൽ ദുബായിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് എയർപോർട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കും, അത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. മലയാളികൾ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അവർക്കൊരു സന്തോഷമാണ് അല്ലേ. ഞാൻ ചോദിച്ചു എൻ്റെ എന്ത് ഫോട്ടോയെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി ഞാൻ വിളിക്കാമേ എന്ന് പറഞ്ഞു, എന്നെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഞാൻ മെസ്സേജ് അയച്ചു, അൻസിബ എൻ്റെ എന്ത് ഫോട്ടോയുടെ കാര്യമാണ് മോള് ചോദിച്ചു. ഞാൻ വിളിച്ചു, എടുത്തില്ല, ആ കുട്ടി എടുത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു മോൾ എൻ്റെ എന്ത് ഫോട്ടോയെ കുറിച്ചാണ് പറയുന്നത്? ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ഹഗ്ഗിങ് മദറാണ്, മാതാ അമൃതാനന്ദമയി ദേവി ഞങ്ങളുടെ ഗുരുവാണ്. അപ്പോൾ ഞാനൊരു മനുഷ്യൻ്റെ ഹസ്ബൻഡ് നിന്നാലും ഞാൻ ഒരു പുരുഷനെ ഹഗ് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ ഭർത്താവിന് എനിക്ക് അതൊരു പ്രശ്നമല്ല. എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഞാൻ അവരെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കും. ആദ്യമായിട്ട് കാണുന്ന മനുഷ്യരാണെങ്കിലും ഞാൻ തോളത്ത് കൈവച്ച് ഫോട്ടോ എടുക്കാറുണ്ട്. അതിലെനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. പിന്നെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു മനുഷ്യനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഞാൻ കവിളത്തൊരു ഉമ്മ കൊടുക്കും. അതിലൊരു തെറ്റ് പറയാനില്ല. ഇതല്ലാത്ത ഞാൻ ഒരാളുടെ മടിയിലിരിക്കുന്നതോ ഒരാൾക്ക് വാരി കൊടുക്കുന്നതോ ഒരാളുടെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതോ ആയിട്ടുള്ള ഫോട്ടോസ് കാണില്ല. മോളുടെ ഫ്രണ്ട് RJ കണ്ട ഫോട്ടോ എന്താണെന്ന് മോളൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആ മെസ്സേജൊക്കെ ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ കുട്ടി വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു ചേച്ചി ഞാനൊരു വർക്കിലാണ് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, രാത്രി 11:30 മണിക്കാണ്. ഓക്കെ എന്ന് പറഞ്ഞു, വിളിക്കുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പിന്നെ IFFKയുടെ ഡിന്നറിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് പോകുന്നു. ട്രിവാൻഡ്രത്ത് വെച്ച് ഈ കുട്ടിയെ കാണുന്നുണ്ട്. ഞാൻ ഇവൾക്ക് ദുബായിൽ നിന്ന് നല്ല വില പിടിപ്പുള്ള ഒരു വാച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇവൾ പറഞ്ഞു റൂമിൽ വരാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു, വന്നിട്ടില്ല. ഞാൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ താഴെ വന്നപ്പോൾ അവൾക്ക് തലവേദന ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പം എനിക്ക് തോന്നി ഈ കുട്ടി എന്നിൽ നിന്ന് എന്തോ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ടല്ലോ എന്ന് തോന്നി. അപ്പോൾ അവിടെ വെച്ച് കണ്ടു, എന്നോട് വലിയൊരു അടുപ്പമൊന്നും കാണിക്കുന്നില്ല. അപ്പൊ കുക്കു ചേച്ചി ചെയർമാൻ ആയല്ലോ. അപ്പൊ കുക്കു ചേച്ചിയൊക്കെ ആയിട്ട്, കുക്കു ചേച്ചിനെ ഒന്നും അവൾക്ക് കണ്ടുകൂടാത്ത ആള് കുക്കു ചേച്ചിയായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് സ്നേഹമായിട്ടൊക്കെ കാണിക്കുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പൊ എനിക്ക് ഇവള് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയെന്ന് മനസ്സിലായി. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി ഏത് ഫോട്ടോയുടെ കാര്യമാണ് അൻസിബയുടെ അടുത്ത് പറഞ്ഞത്? ഏത് ഫോട്ടോയുടെ കാര്യം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എനിക്കറിയില്ല ജയശേട്ടാ, ഈ കുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു. അതെന്താ ലക്ഷ്മി അപ്പൊ ചോദിക്കാത്തത്? ഞാൻ പല ആവർത്തി ചോദിച്ചു തരുന്നില്ല. അപ്പൊ ആ പ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ സുരേഷ് ചേട്ടന് ഓർമ്മയുണ്ടോ, ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ക്യാൻസലായി, 480 ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് ഞാൻ ദുബായിൽ പെട്ടുപോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് എക്സിറ്റ് അടിച്ചു, അത് തന്നെ എക്സിറ്റ് വിസ അടിച്ചു. എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തോട്ട് കയറാനും പറ്റാത്ത അവസ്ഥ. അപ്പം അതിന് തൊട്ട് മുന്നേ ഞാനും ഇവിടുത്തെ ഒരു നടി, മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയും കൂടെയാണ് പോയത്. അങ്ങനെ 2 ട്രിപ്പ് ഉണ്ട്. ഇതിൽ ഏത് ട്രിപ്പിനെ കുറിച്ച് ഈ കൊച്ചു ചോദിക്കുന്നതെന്ന് പോലും എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല.
അപ്പം പിന്നെ ആ സമയത്തെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ പെട്ടു, 22 മണിക്കൂർ ഇരുന്നു, പിന്നെ ദേഹമൊക്കെ പൊട്ടിയിട്ടാണ് നമ്മൾ റൂമിൽ പോകുന്നത്. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ജയ്ഷേട്ടൻ എന്തോ ഒരു മനസ്സിലൊരു വിഷമം പോലെ, എനിക്ക് അവിടെ എന്തോ സംഭവിച്ചോ, എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ, എനിക്ക് എന്തെങ്കിലും ഇത് പറ്റിയോ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നതാണോ എന്നൊക്കെ ഓർത്ത് ജയ്ഷേട്ടൻ എന്തോ ഭയങ്കര ഒരു വെപ്രാളം, ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. ഇങ്ങനെ 1ഉം 2ഉമായിട്ട് ഇവിടെ സംസാരം തുടങ്ങി. അപ്പം ഞാൻ ഈ കുട്ടിയെ പിന്നെ നമ്മുടെ ശ്രീനിയേട്ടൻ മരിച്ച സമയത്ത് അവളെ അവിടെ വെച്ച് കാണുന്നുണ്ട്. ഞാൻ ഈ കുഞ്ഞിനോട് ചോദിക്കുന്നു, മോളെ എന്താണ് നിന്റെ ഫ്രണ്ട് ഇനി എന്ത് വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലും ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞാലും നീ അതിങ്ങ് അയച്ചതാ, നീ ഒന്ന് ജയ്ഷേട്ടനോട് സംസാരിക്കുക, ഈ വഴി കൂടെ അല്ലേ പോകുന്നത്, മോളൊന്ന് വന്ന് ചേട്ടനോടൊന്ന് സംസാരിക്ക്. ഞാൻ വരാൻ ചേച്ചി എന്ന് പറഞ്ഞു. അയ്യോ ചേട്ടൻ ആ മെസ്സേജ് കണ്ടോ, ചേച്ചി എന്താ ഡിലീറ്റ് ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ ഡിലീറ്റ് ചെയ്യുന്നത്, നീ ചോദിച്ചത് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്താ കാര്യം എന്നൊന്ന് പറ എന്ന് പറഞ്ഞപ്പം പറയാമേ വരാമേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഓക്കെ, ഈ സെലിബ്രിറ്റീസ് ആവുന്ന സമയത്ത് അത്യാവശ്യം എല്ലാവരും ഫോട്ടോ കൊടുക്കും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പുറത്തിറങ്ങിയാലൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കലുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ പോലും നമ്മളെ ദേഹത്ത് തൊടാൻ വരുമ്പോഴും നമ്മളൊരാളെ ദേഹത്ത് പിടിക്കാൻ പോകുമ്പോൾ നമ്മളൊരു കൺസെൻ്റൊക്കെ എടുക്കും, അല്ലെങ്കിൽ ഞാനൊന്ന് പിടിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കും. ഇതെന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി, അൻസിബ നിങ്ങളോട് ചോദിച്ച ചോദ്യം അതിൻ്റെ പിന്നിൽ നിങ്ങൾ വെറീഡാവാൻ കാരണം നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ആൾക്കാരെ തോളത്ത് കൈയിടും, മനസ്സിലായി, ചിലപ്പോൾ ഒരു ഉമ്മ കൊടുക്കും. സോ സംവേർ LPയുടെ മൈൻഡിൽ തന്നെ ഇത് അങ്ങനത്തെ വല്ല ഫോട്ടോ ആണോ, ഈ RJ കാണിച്ചു കൊടുത്തു, ഈ RJ ആരാന്നുള്ളത് നാളെ കുത്തിപ്പൊക്കി വരുമോ എന്ന് അറിയാൻ പാടില്ല. ഈ RJ കാണിച്ചു കൊടുത്ത് അങ്ങനത്തെ വല്ല ഫോട്ടോ ആയിരിക്കും. ഞാനിതിന് ദുബായിലിരുന്ന സമയത്ത് അങ്ങനത്തെ വല്ല ഫോട്ടോ, നിങ്ങൾക്കേ ഒരു സെൽഫ് ഡൗട്ടുള്ള പോലെ. അപ്പോൾ അതൊന്ന് വെളുക്കണമല്ലോ. നാളെ ലക്ഷ്മിപ്രിയ ആരുടെയും തോളത്തോ അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയുടെ തോളത്ത് ആരെങ്കിലും കൈയിട്ട് ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങനെ കാഷ്വലായിട്ട് അങ്ങനെ എല്ലാവരുടെയും തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരാളാന്നുള്ള രീതിക്ക് ഒരു സാധനം വരണം. സംഗതി പിടുത്തം കിട്ടി എന്താണെങ്കിലും എനിക്ക് കേട്ടപ്പോൾ തന്നെ ഇത് മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു ഫോട്ടോ ആയിരിക്കണം ലക്ഷ്മിപ്രിയ, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ വെച്ചടിച്ചത് എന്നുള്ളത് അതിന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് എവർ, എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത് ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ ഇവർ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് പരസ്പരം അറിയുന്ന സീക്രട്ടുകൾ പുറത്ത് ചോർന്നോ എന്നുള്ള പേടിയിൽ ഈ ഫ്രണ്ട്സ് തമ്മിൽ പിരിയുന്നു, അത് ഈഗോ ആവുന്നു, ഗ്രഡ്ജാവുന്നു. അതൊരു സംഘടന പൊളിയുന്ന രീതിയിലേക്ക്, സംഘടന ഇല്ലാതാവുന്ന രീതിയിലേക്ക് മാറി. അതാണ് ഉണ്ടായത്, അല്ല വേറെ ഒന്നുമല്ല. ഇനിയും ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ഈ സാധനം കൂടുതൽ നാറാം, നാറ്റക്കേസാവാം. കാരണം ലക്ഷ്മിപ്രിയ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, അൻസിബ ഹസൻ യൂട്യൂബർമാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നുള്ളൊരു വേർഷൻ. ഇപ്പോൾ എവിടെയോ ലക്ഷ്മിപ്രിയയുടെ വിചാരം ഈ യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിക്കുന്നവരൊക്കെ അൻസിബ ഹസൻ്റെ ഇന്ന് കൊട്ടേഷൻ മേടിച്ചിട്ട് ലക്ഷ്മിപ്രിയക്കെതിരെ വന്നതാണ്. അല്ല, അങ്ങനത്തെ സീനൊന്നുമില്ല. ഇനി എൻ്റെ അറിവിൽ ഇതിൽ ചെയ്യുന്ന ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ചെയ്യുന്നവരുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാനും പറ്റില്ല. ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം. എനിക്കറിയാവുന്നൊരു സർക്കിളിൽ പെട്ട റിയാക്ഷൻ ചാനലുകളൊന്നും അൻസിബ പൈസ കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലക്ഷ്മിപ്രിയ തന്നാലും അൻസിബ തന്നാലും വാങ്ങൂല ആരും. കാരണം പൊന്മുട്ട ഇടുന്ന താറാവാണ് ഞങ്ങളുടെയൊക്കെ ചാനൽ. അല്ലാതെ വല്ലോൻ്റെയും പൈസ മേടിച്ച് ചെയ്തിട്ട് നാളെ ക്രെഡിബിലിറ്റി പൊട്ടിച്ച് കളയാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന റവന്യൂ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഫർമേഷൻസ് ചിലപ്പോൾ വാങ്ങുമായിരിക്കും, കാശ് വാങ്ങിയിട്ട് കൊട്ടേഷൻ പണി എടുക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ഈഗോ ഉണ്ട് ലക്ഷ്മിപ്രിയയുടെ മനസ്സിനകത്ത്. അൻസിബയുടെ ഭാഗത്താണ് യൂട്യൂബേഴ്സ് മൊത്തം എന്നുള്ളത്, അങ്ങനത്തെ സാധനം. ഈ അൻസിബേൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ സീന്, ലക്ഷ്മിപ്രിയ വന്നിരുന്ന് ഇങ്ങനത്തെ ചാനലുകൾ, ഇൻ്റർവ്യൂ ചാനൽസിനെ വിളിച്ചിട്ട് അങ്ങനെ കൊടുക്കുക. അൻസിബേൻ്റെ പേഴ്സണൽ ലൈഫ്, ഫ്രണ്ട്സായിട്ടിരുന്ന സമയത്ത് കള്ള് കുടിച്ചതും, ഈ പറഞ്ഞ ലവറാണെങ്കിൽ ലവറോ അല്ലെങ്കിൽ എന്ത് വാട്ടെവർ റിലേഷനിലുള്ള ഒരാളെ റൂമിൽ കൊണ്ടുവന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അൻസിബയ്ക്ക് ഞാൻ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് കുറയുമോ അതോ കൂടുമോ? എന്തൊരവസ്ഥയല്ലേ, സീനാണ്. അപ്പം നിങ്ങൾക്ക് ഇത്ര മാത്രം മനസ്സിലായല്ലോ, ഒരു അസോസിയേഷൻ്റെ അത്രയും ആൾക്കാരുള്ളൊരു അസോസിയേഷൻ ആയിരിക്കും. ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരു അസോസിയേഷനിൽ രണ്ടുപേരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ പ്രൈവസിയിൽ ഇരിക്കേണ്ട സാധനങ്ങൾ ലീക്കായോ എന്നുള്ള പേടിക്ക് പരസ്പരം ഗ്രഡ്ജ് വെച്ച് തമ്മിലടിച്ച് അത് പോലീസ് കേസാക്കി അവസാനം ഇത് ആ AMMA അസോസിയേഷനെ നാറ്റിക്കുന്ന രീതിയിൽ വരെ എത്തിച്ചതോടെ നിങ്ങൾ പടുഭാവികളെ.